ഹലോ ഹായ് നമസ്കാരം. വികാസ് ബാൽ സംവിധാനം ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ സിനിമ ഷെയ്ത്താൻ തിയേറ്ററിൽ പോയി കണ്ടു. അദ്ദേഹത്തിൻ്റെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് പറയുന്നത് സൂപ്പർ 30 ആണ്. അങ്ങനെ ഇഷ്ടമുള്ള സിനിമകളുടെ ലിസ്റ്റ് അത്യാവശ്യം വലുത് തന്നെയാണ്. അപ്പോൾ അദ്ദേഹം സംവിധാനം ചെയ്തൊരു സിനിമ എന്ന് പറയുമ്പോൾ വളരെ പ്രതീക്ഷയുണ്ട്. മാധവൻ, അജയ് ദേവ്ഗൺ, ജ്യോതിക തുടങ്ങിയവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന സിനിമ. അപ്പോൾ ഈ സിനിമ തിയേറ്റർ കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞപ്പോൾ വളരെ പ്രതീക്ഷയോടെയാണ് കാണാൻ പോയത്. ഞാനതിൻ്റെ ട്രെയിലർ അങ്ങനെ കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ടൊന്നുണ്ടായിരുന്നില്ല. അങ്ങനെ സിനിമ കണ്ടു തുടങ്ങിയപ്പോൾ ഇത് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഇത് ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് സിനിമയാണോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കറക്റ്റായിട്ടുള്ളൊരു ഉത്തരം കിട്ടുന്നില്ല. കാരണം ഈ സിനിമയിലെ പല രംഗങ്ങളും ഞാൻ വളരെ പ്രതീക്ഷിച്ചിട്ടുള്ളതാണ്. അല്ലെങ്കിൽ എനിക്കിത് വളരെ ഈസി ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ആവേണ്ട കാര്യമില്ല. അങ്ങനെ ഇൻ്റർവെൽ സമയത്ത് പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് വഷ് എന്ന് പറയുന്ന ഒരു സിനിമയുടെ റീമേക്കാണ് ഈ സിനിമ. നമ്മൾ ഈ വെള്ളിയാഴ്ചകളിൽ റിലീസാവുന്ന സിനിമകൾ ഭാഷാഭേദമന്യേ എല്ലാത്തിൻ്റെയും ട്രെയിലർ കണ്ട് നോക്കിയിട്ട്, അതായത് ബുക്ക് മൈ ഷോയിൽ ഈ ആഴ്ച റിലീസിന് തയ്യാറെടുത്തിരിക്കുന്ന എല്ലാ സിനിമകളുടെയും ട്രെയിലർ കണ്ട് നോക്കിയിട്ട് പ്രതീക്ഷയുള്ള സിനിമകളെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. അങ്ങനെ ഞാൻ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഈ സിനിമയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ ഇത് വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ളൊരു സിനിമയാണ് എന്ന് പറഞ്ഞുകൊണ്ട്. അന്ന് ഇത് ഗുജറാത്തി ഭാഷയിൽ റിലീസിന് തയ്യാറെടുക്കുന്ന സിനിമയായിരുന്നു. എന്തായാലും അത് ഹിന്ദിയിൽ കണ്ടു. പിന്നൊരു സിനിമ എനിക്ക് അതിൻ്റെ തീം ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്. പക്ഷെ അവർ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് എന്നറിയില്ല. അത് നന്നായി വരുമായിരിക്കും എന്നാണ് തോന്നുന്നത്. ഗുജറാത്തി സിനിമയാണ്. വഷ് എന്നാണ് സിനിമയുടെ പേര്. ഈ വശീകരിക്കുക എന്ന് പറയുന്നതിൻ്റെ വശ് ആണോ എന്നെനിക്കറിയില്ല. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ധനിക കുടുംബം, അങ്ങോട്ടേക്ക് ഒരാൾ ഗസ്റ്റായിട്ട് കടന്നു വരുന്നു. ആ ആൾ ആ വീട്ടിലെ കൗമാരപ്രായക്കാരിയായ പെൺകുട്ടിയെ കൺട്രോളിലാക്കുന്നു. കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ സ്വന്തം അച്ഛനെ തല്ലാൻ പറഞ്ഞാൽ ആ കുട്ടി തല്ലും, സ്വയം ആക്രമിക്കാൻ പറഞ്ഞാൽ ആ കുട്ടി ആക്രമിക്കും. അയാൾ എന്ത് പറയുന്നു അതനുസരിക്കും. ആ രീതിയിൽ അവളെ അയാൾ വശീകരിക്കുന്നു. അതാണ് വശ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്തായാലും അങ്ങനെ കൺട്രോളിലാക്കുന്നു. അതിനുശേഷം ആ കുടുംബവും ഈ ആളും തമ്മിലുള്ള ഫൈറ്റിനിടയിൽ ഈ പെൺകുട്ടിയാണ് ഇയാളുടെ ഒപ്പം നിൽക്കുന്നത്. അതെങ്ങനെ വന്നിട്ടുണ്ടാവും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എനിക്കൊരു ഹൊറർ എന്നല്ല, പക്ഷേ കുറേ ഹൊറർ എലമെൻറ്റുകളൊക്കെ അതിനകത്ത് വരാനുള്ളൊരു സാധ്യതയുണ്ട്. അതും പറ്റുകയാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കാൻ. കേരളത്തിൽ റിലീസ് ഉണ്ടാവാൻ സാധ്യതയില്ല. ചിലപ്പോൾ അവിടെ ഹിറ്റ് ആവുകയാണെങ്കിൽ, ഗുജറാത്തിയിൽ ഹിറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഡബ് ചെയ്ത് ചിലപ്പോൾ കേരളത്തിൽ വന്നേക്കാം. ഒന്ന് കണ്ടു നോക്കണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അടിപൊളിയായിരിക്കും എന്ന് നമുക്ക് പറയാൻ തോന്നുന്ന പോലെ. ട്രെയിലർ കണ്ടപ്പോൾ അന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സിനിമ അത് മറ്റൊരു ഭാഷയിലേക്ക് റീമേക്ക് ചെയ്ത് വരുന്നു, നല്ല അഭിപ്രായങ്ങൾ നേടുന്നു എന്നൊക്കെ പറയുന്നത് നമുക്ക് സന്തോഷമായിരിക്കുമല്ലോ. പക്ഷേ ഈ റീമേക്കിന് ശേഷം എന്ത് സംഭവിച്ചു, എങ്ങനെ ഫീൽ ചെയ്തു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ സിനിമയിൽ എനിക്ക് മാധവൻ്റെ പെർഫോമൻസ് അത്യാവശ്യം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എവിടെയൊക്കെയോ ഒരു വിജയ് സേതുപതി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന പോലെ തോന്നി. ഒരു പക്ഷേ അദ്ദേഹം ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആവുമായിരുന്നു എന്നും എനിക്ക് തോന്നി. പിന്നെ ജ്യോതിക അവരുടെ ടിപ്പിക്കൽ പെർഫോമൻസ് തന്നെയാണ്. ഈ അന്താളിച്ച് നിൽക്കുമ്പോൾ ജ്യോതിക കൊടുക്കുന്ന ഒരു എക്സ്പ്രഷൻ ഉണ്ട്, അതെല്ലാ സിനിമകളിലും ഒരുപോലെ തന്നെയാണ്. അപ്പോൾ അത്തരം എക്സ്പ്രഷൻസ് ഒക്കെ ആവർത്തിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഈ സിനിമയ്ക്ക്, അവരുടെ ഇതിനു മുമ്പുള്ള സിനിമകൾ അധികം കണ്ടിട്ടില്ലാത്ത ഒരാളെ സംബന്ധിച്ച് ഈ സിനിമയ്ക്ക് അതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അജയ് ദേവ്ഗണിൻ്റെ കാര്യം പറയുമ്പോഴും എനിക്കൊരു വാവ് ഫാക്ടർ അല്ലെങ്കിൽ എടുത്ത് പറയണം എന്ന് തോന്നിപ്പിക്കുന്ന ഘടകങ്ങളൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ബട്ട് സ്റ്റിൽ ഈ സിനിമയുടെ സ്കെയിലെല്ലാം ഓക്കെ ആയിട്ട് പോകുന്നുണ്ടായിരുന്നു. പിന്നെ 2 കുട്ടികളുണ്ട്, അവരും നന്നായിട്ടാണ് പെർഫോം ചെയ്തിട്ടുള്ളത്. മ്യൂസിക് ഒരു പരിധിവരെ സിനിമയെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. വിഷ്വലും അത്യാവശ്യം രസമായിരുന്നു എന്നേ ഉള്ളൂ. ഒരു വീട്ടിൽ നടക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭീകരതയും കാര്യങ്ങളൊക്കെ കാണിക്കണം. പിന്നെ ഒരു വീട് തന്നെ 2.5 മണിക്കൂർ, 2.5 മണിക്കൂറില്ല 2.25 മണിക്കൂർ അടുത്താണ്. അപ്പോൾ അത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ബോറടിക്കാതിരിക്കണമല്ലോ. ആ രീതിയിൽ അതിൻ്റെ വിഷ്വലും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ സിനിമയുടെ ഓപ്പണിങ്ങിൽ കിട്ടിയ ആ ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ, ഓപ്പണിങ്ങിൽ ഇത് ഗംഭീരമായിരിക്കും, രസമായിരിക്കും എന്ന് പറഞ്ഞു തുടങ്ങിയ ഒരു കാര്യം, അത് പകുതി കഴിഞ്ഞപ്പോഴേക്കും എനിക്കങ്ങ് മിസ്സായി. പ്രത്യേകിച്ച് ഇതിൻ്റെ ക്ലൈമാക്സിലേക്കൊക്കെ വരുമ്പോൾ അതായത് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടൊരു സിനിമ തുടങ്ങിയിട്ട് വളരെ ലോക്കലായിട്ട് അവസാനിച്ച് പോയി എന്നൊക്കെ നമുക്ക് പറയാൻ തോന്നുന്ന പോലെ അങ്ങോട്ട് സെറ്റായില്ല. ക്ലൈമാക്സൊക്കെ എനിക്ക് വല്ലാണ്ട് ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകുന്നത് പോലെ. ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇതിങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത്. എന്നാൽ പിന്നെ ഈ പുള്ളി ഇതൊന്ന് മുന്നോട്ട് കൊണ്ടുപോട്ടെ. പക്ഷേ ഇത് വീണ്ടും ഇട്ട് നീട്ടിക്കൊണ്ടുപോയി ഒരു വലിച്ചിലൊക്കെ ആയിട്ട് പിന്നെ വിശ്വസിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളൊക്കെ. എനിക്ക് തോന്നുന്നു അജയ് ദേവ്ഗൺ ദൃശ്യം 1 and 2 ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഒരു അച്ഛൻ ലൈൻ അങ്ങ് പിടിക്കുകയാണെന്ന് തോന്നുന്നു. സംരക്ഷിക്കുന്ന അച്ഛൻ എന്ന് പറയുന്ന ഒരു ലൈൻ, അതിന് അദ്ദേഹത്തെ സഹായിക്കുന്ന ഒരു വേഷമൊക്കെ തന്നെയാണ്. പക്ഷേ ആസ് എ പ്രേക്ഷകൻ ഈ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഇതിൻ്റെ ഒരു സെക്കൻഡ് ഹാഫ് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വല്ലാണ്ട് ബോറടിക്കുന്ന പോലെ തോന്നി. അങ്ങനെ ആകെ മൊത്തത്തിൽ ഒരു 1 ടൈം വാച്ചബിളാണ്. പക്ഷേ അതും തിയേറ്ററിൽ തന്നെ കാണണമെന്ന് ഈ മറ്റേ ജംസ്കെയറി സാധനങ്ങളൊക്കെ ഇട്ടിട്ട് വലിപ്പിച്ച് അങ്ങനത്തെ ഒരു രീതിയിലല്ല. ഇതൊന്ന് കണ്ടു നോക്കാം എന്നേ ഉള്ളൂ. നെറ്റ്ഫ്ലിക്സ് ആണ് ഇതിൻ്റെ ഒഫീഷ്യൽ പാർട്ട്ണർ. അപ്പോൾ വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇത് നെറ്റ്ഫ്ലിക്സിൽ വരുമായിരിക്കും. അങ്ങനെ കണ്ടു കഴിഞ്ഞാലും നിങ്ങൾക്ക് നഷ്ടം തോന്നില്ല. ഒരു തിയേറ്ററിക്കൽ മസ്റ്റ് വാച്ച് എന്ന് പറയുന്ന ഒരു ഫീലിലേക്കൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കുഴപ്പമില്ല. പക്ഷേ ഷെയ്ത്താൻ ഞാൻ കണ്ടതുപോലെ ആയിരിക്കണമെന്നില്ല നിങ്ങൾ കാണുന്നത്. നിങ്ങളുടെ അഭിപ്രായം മറ്റൊന്നായിരിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സിനിമ കണ്ട ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.